ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ വർഷിക്കണമേ കർത്താവേ ഓരോരുത്തരുടെ മേൽ കൃപയുടെ ഉറവ തുറക്കണമേ ആത്മാവിൻ കൃപ ചൊരിയൂ ആത്മാവിൻ കൃപ ചൊരിയൂ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ ആത്മാവ് തൊട്ട് ദൈവമേ ഉന്നതത്തിലിരിക്കുന്ന എല്ലാ വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആത്മാവരെല്ലാവരെയും ഇന്ന് കൃപയിൽ ഒരു പടി കൂടി വളർത്തണമേ. സന്തോഷത്തിലും ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും ദൈവത്തിലുള്ള ശരണത്തിലും ഒരു പടി കൂടെ കൈപിടിച്ച് ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്മാർക്കെല്ലാം സ്തുതി കൊടുക്കാം. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുത്ത് സന്തോഷമായിട്ട് സ്തുതി കൊടുത്ത് ഇരിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ വർഷം കഴിയും തോറും ജെറുസലേം പുതിയ ജെറുസലേമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പുതിയ ജെറുസലേം എന്ന് വായിച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ തൃശ്ശൂരുള്ള ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോൾ ഓരോ വർഷം കഴിയും തോറും നല്ല നല്ല മാറ്റങ്ങൾ, പുതിയ പുതിയ മുഖങ്ങൾ, പുതിയ പുതിയ രീതികൾ. അതുകൊണ്ട് ഒരു പുതിയ ജെറുസലേം ആയി ഇപ്പോൾ ഈ വർഷം ജെറുസലേം ധ്യാനകേന്ദ്രത്തെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ ദൈവത്തിന് പ്രത്യേകം ജെറുസലേം ധ്യാനകേന്ദ്രം ഓർത്ത് നന്ദി പറയുകയാണ്. പട്ടത്തച്ഛൻ ഇവിടെ എത്രയോ വർഷങ്ങൾ ത്യാഗം സഹിച്ച് ഇവിടെ നിന്ന് ഈ ശുശ്രൂഷയെ താങ്ങും തണലും നിന്ന് വളർത്തിയെടുത്തു. അനേകം വൈദികർ ശുശ്രൂഷ രംഗത്തേക്ക് വന്നു. അനേകം കുടുംബങ്ങൾ, 10,000 ലക്ഷം, ഒരു അസംഖ്യം കുടുംബങ്ങൾക്കും ആത്മാക്കൾക്കും ഇത് രത്താണിയായി മാറി. ഒരുപാട് കണ്ണുനീര് ദൈവം തുടച്ച സ്ഥലമാണിത്. എല്ലാത്തിനും അവർ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കൈകൾ ഉയർത്തി വീശി ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. Hallelujah. 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 പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പുതിയ വൈദിക സമൂഹത്തിന് രൂപം കൊടുത്തിട്ടുണ്ടെന്ന്, ആ വൈദിക സമൂഹത്തിന് എന്ത് പേരിടണമെന്ന് ചിന്തിച്ച് അവശകളായിരിക്കുകയായിരുന്നു. അപ്പോൾ സെഹിയോൻ വൈദികർ എന്ന് പേരിടാമെന്ന് ചിന്തിച്ചു. സെഹിയോൻ പ്രീസ് അല്ലെങ്കിൽ അപ്പോൾ അഭിമന്യ മനത്തോടത്ത് പിതാവിൻ്റെ അടുത്ത് ചെന്നു. മനത്തോടത്ത് പിതാവിനോട് പറഞ്ഞു, പിതാവേ, സെഹിയോനിലെ അച്ഛന്മാർ അല്ലെങ്കിൽ അട്ടപ്പാടിയിലെ അച്ഛന്മാരെന്നൊക്കെ പേരിടാം, അല്ലാതെ ഇപ്പോൾ വേറൊരു പേര് കിട്ടുന്നില്ല. പിതാവിൻ്റെ മനസ്സിൽ വല്ലതും പരിശുദ്ധാത്മാവ് തോന്നിക്കണമെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ്. പിതാവ് ഉടനെ തന്നെ പറഞ്ഞു, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് ഇടുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എൻ്റെ കൂട്ടത്തിൽ ബിനോയ് കരിമരുന്നങ്ങൾ അച്ഛനുണ്ടായിരുന്നു. അച്ഛനത് വളരെ സന്തോഷം തോന്നി. അങ്ങനെ അഭിമന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു പേര് ആ പുതിയ വൈദിക സമൂഹത്തിന് സ്വീകരിച്ചു. ആ വൈദിക സമൂഹത്തിൻ്റെ പേരാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, PDM എന്ന് പറയും. പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, ദൈവ കരുണയുടെ പ്രഘോഷകർ എന്നാണ് അറിയപ്പെടുന്നത്. ദൈവ കരുണയുടെ
പ്രഘോഷകർ. ഞാൻ അതിന് ശേഷം അത് പിതാവ് അങ്ങനെ തന്നു, പേര് സ്വീകരിച്ചു പോന്നു. ഞാൻ അതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കഴിഞ്ഞ 2-2.5 പതിറ്റാണ്ടായിട്ട്, ഏതാണ്ട് 3 പതിറ്റാണ്ടായിട്ട് ഞാൻ നോക്കുമ്പോൾ ദൈവകരുണയുടെ വലിയ പ്രവാഹമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അട്ടപ്പാടിയിൽ വരുന്ന ഓരോ ആത്മാവും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിച്ചത് ദൈവകരുണയുടെ അത്ഭുതകരമായ പ്രവർത്തനത്തിലൂടെയാണ്. ദൈവകരുണയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാ ദിവസവും എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചൊല്ലി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, Praise the Lord. പ്രൈസ് ദ ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഞാൻ പണ്ട് കാലത്ത് ഈ മുക്കാട്ടുകര പള്ളിയിൽ ഒരു ധ്യാനത്തിന് വന്നു. അപ്പോൾ മുക്കാട്ടുകരയിലെ ഒരു ചേച്ചി, ഒരു ഉദ്യോഗസ്ഥ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കണ്ണ് അടച്ചാൽ പിന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഈ കൺപോള താഴ്ത്തിക്ക് വന്നാൽ പിന്നെ മുകളിലേക്ക് പോകണില്ല. നിങ്ങൾ ഓരോ മിനിറ്റിൽ എത്ര തവണയാണ് ഈ കൺപോള മുകളിലേക്കും താഴ്ത്തിക്കും പോണത്? നിങ്ങൾ എന്തെങ്കിലും ബാറ്ററിയോടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ എത്ര തവണ ഈ കൺപോള മുകളിലേക്കും താഴ്ത്തിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കൺപോള താഴ്ത്തിക്ക് വന്നിട്ട് അത് തിരിച്ച് മുകളിലേക്ക് പോകണമെങ്കിൽ ദൈവം അവിടെ ഓക്കെ എന്ന് പറയണം. ദൈവത്തിൻ്റെ വലിയ കരുണയാണത്. ഇത് താഴ്ത്തിക്ക് വന്ന് മുകളിലേക്ക് പോകണില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കി, എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങളെ വേറൊരാൾ കൈ പിടിച്ചു നടത്തേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കണം. അതിനൊക്കെ എത്ര നാൾ പറ്റും? 2 സർവൻറ്റിനെ അതിനോട് നിയമിക്കാൻ പറ്റുമോ? 2 വേലക്കാരികളെ അത് പിടിക്കാൻ വേണ്ടി കണ്ണിൻ്റെ കൺപോള മുകളിലേക്ക് പിടിക്കുക, താത്തുക. എന്തായിരിക്കും? നിങ്ങളൊന്ന് ഭാവന കണ്ടു. നിങ്ങളുടെ ജീവിതം മുഴുവനും താറുമാറാവും. എപ്പോഴും നമ്മൾ ദൈവകരുണ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തൊലി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളോട് ഞാനത് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വന്നോ ഇനിയും പറയും. ഈ തൊലി ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ തന്നെ ഒന്ന് ഭാവന കണ്ടു നോക്കി. ഞാനൊരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചിയുടെ ഒരു 40 വയസ്സുള്ള നേഴ്സാണ്. അതിൻ്റെ തൊലി പൊട്ടി ഈ പഴുത്ത് പൊട്ടും ദേഹം. എന്നിട്ട് തൊലി പീൽ ചെയ്ത് പോകും. തൊലി പോകും. തൊലി ഉണ്ടായില്ല. മൊത്തം ഒരു മാംസക്കഷ്ണം. നെറ്റ് തലമുടി പോയി, കൺപുരികം പോയി, നഖങ്ങളെല്ലാം പോയി, മൊത്തം ഒരു മാംസക്കഷ്ണമായിട്ടിരിക്കുകയാണ്. ചോര ഒലിക്കുന്നൊരു മാംസക്കഷ്ണം, തൊലിയില്ല. നിങ്ങളുടെ സ്ഥിതി നിങ്ങളൊന്ന് ഭാവന കണ്ട് നോക്കിക്കേ. നിങ്ങൾക്ക് നല്ലൊരു കസേര ഇവിടെ ഉണ്ട്. ആ കസേര നിങ്ങൾക്ക് ഒന്നിരിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ എന്ന് പറ. പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് നല്ലൊരു വണ്ടിയുണ്ട്, 45 ലക്ഷത്തിൻ്റെ ഒരു ബെൻസ്. നിങ്ങൾക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇരിക്കും, നിങ്ങൾ മാത്രം ഇരിക്കുകയല്ല. നിങ്ങൾക്ക് നല്ല വലിയൊരു വീടുണ്ട്. ആ വീട്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 45,000 രൂപയുടെ ഒരു സാരിയുണ്ട്, എടുത്ത് വലിച്ചു ചുറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് 10 പവൻ്റെ ഒരു പിണ്ടിമാലയുണ്ട്, അത് കഴുത്തിലെടുത്ത് ഇടാൻ പറ്റുമോ? പറ്റുമോ? മോതിരമുണ്ട്, ഇടാൻ പറ്റുമോ? ചെരുപ്പുണ്ട്, ധരിക്കാൻ പറ്റുമോ? ചോറുണ്ട്, വാരി കഴിക്കാൻ പറ്റുമോ? നല്ല വിശപ്പുമുണ്ട്, നല്ല പ്രായമുണ്ട്, ചോറുമുണ്ട്, കറിയുണ്ട്, കഴിക്കാൻ പറ്റില്ല. അട്ടപ്പാടിയിലാണെങ്കിൽ ഒരു വാഴയില വെട്ടി വാഴയുടെ ഇലയുടെ മുകളിൽ കടത്തും. കട്ടിലുണ്ട്, കട്ടിലെ കിടക്കാൻ പറ്റില്ല. നല്ല ബെഡുണ്ട്, ബെഡിൻ്റെ മുകളിൽ കയറി കിടക്കാൻ പറ്റില്ല. മക്കളുണ്ട്, മക്കളെ എടുക്കാൻ പറ്റില്ല.
അമേരിക്കയിലാണെങ്കിൽ വലിയൊരു നമ്മുടെ അത്ര വലിപ്പമുള്ള വലിയ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഓയിൻമെൻറ്റ് നിറയ്ക്കും, എന്നിട്ട് അതിനകത്ത് ഇറക്കി വെക്കും. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പം കൂട് മാറ്റി വേറെ കൂട്ടിനകത്താക്കും. അവിടെ ഇരിക്കും. അങ്ങനെ ഓയിൻമെൻറ്റ് ഇടാൻ മാത്രം കപ്പാസിറ്റി ഇല്ലാത്തൊരു വാഴയില വെട്ടി അത് കിടത്തും. ഈച്ച വരാതിരിക്കാൻ വേണ്ടി, പൊടി കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ സംവിധാനം വല്ലതും ചെയ്യും. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പട്ടണമുണ്ട്, പട്ടണത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. മെഡിസിൻ ഉണ്ട്, മെഡിസിൻ നമുക്ക് തോന്നിയവരെടുക്കാൻ പറ്റില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ ദൈവ കരുണ എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച തൊലിയാണത്. ഈ തൊലിയുടെ കാര്യം മാത്രം ഇത്രമാത്രം ഇമ്പോർട്ടൻറ്റ്. ഈ തൊലി, ആ തൊലിയുടെ ബലത്തിലപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ചിലരെ കുറിച്ച് പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അയാളുടെ തൊലി, അയാളെ തൊലിയുടെ ബലത്തിൽ മാത്രമാണ്. പക്ഷെ ഇപ്പം എനിക്ക് പറയണത് വളരെ അർത്ഥപൂർണ്ണമായി മനസ്സിലാകുന്നു. ആ തൊലിയുടെ ബലത്തിലപ്പം നമ്മൾ ജീവിക്കുന്നത്. ഈ തൊലി ഇല്ലെങ്കിൽ ആളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദൈവം ഓരോ നിമിഷവും കരുണയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആത്മീയ രംഗത്തേക്ക് ഞാൻ നോക്കി. ആത്മീയ രംഗത്തേക്ക് ചിന്തിച്ച് നോക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അട്ടപ്പാടി സെഗ്യോൻ ധ്യാനകത്തിൽ നിൽക്കുകയാണ്. സെഗ്യോൻ ധ്യാനകത്തിൽ നിൽക്കുന്ന സമയത്ത് വെളുപ്പിന് 5 മണിക്ക് ഒരു ഭയങ്കര മർക്കടമുഷ്ടിയായ ഒരു മല്ലനായ ഒരു മനുഷ്യൻ വെളുപ്പിന് 5 മണിക്ക് വാവിട്ട് കരഞ്ഞ് കുമ്പസാരിക്കുക. ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തിൻ്റെ പേര് സേവിയർ എന്നാണ്. പേര് ഓർത്തിരിക്കാൻ കാരണം എൻ്റെ പേര് സേവിയർ എന്നാണ്. അതുകൊണ്ട് മലബാറിൽ നിന്ന് വന്നതാണ്. മലബാറിൽ നിന്ന് വന്ന വളരെ നല്ല സ്റ്റൗട്ടായിട്ടുള്ള മനുഷ്യൻ വെളുപ്പിന് 5 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ധ്യാന കേന്ദ്രത്തിൻ്റെ ഹാളിൽ കുമ്പസാരിക്കാൻ വേണ്ടി കരഞ്ഞിരിക്കുകയാണ്. ഈ മനുഷ്യനെ എനിക്കറിയാം. മൂക്കറ്റം കുടിച്ച് ഒരു ബോധമില്ലാതെ ഞായറാഴ്ച ധ്യാനത്തിന് വന്നതാണ്. ചൊവ്വാഴ്ച കുമ്പസാരത്തിൻ്റെ ദിവസം അയാൾ കുമ്പസാരിക്കാൻ പോയിട്ടില്ല. അയാൾ പറഞ്ഞു, എനിക്ക് പാപമില്ല, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കൊക്കെയാണ് പാപം, എനിക്ക് പാപമില്ല. ഇയാളുടെ കുടി ആ നാട്ടിൽ മുഴുവൻ ഒരു പൊതുശല്യമായി. വീട്ടിൽ മാത്രമല്ല, നാട്ടുകാർക്ക് ശല്യമായി കഴിഞ്ഞ് ഇയാൾ ഒരുപാട് ചികിത്സിക്കാൻ കൊണ്ടുപോയി. ചികിത്സിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വീണ്ടും വന്ന് അക്രമകാരിയായി മാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ആ പ്രദേശത്തെ നാട്ടുകാർ ഒരുപാട് പേര് ചേർന്ന് ഒരു പൊതുപ്പണി ആയിട്ട് അയാളെ അട്ടപ്പാടി കൊടുന്നത്. ഒരു ജീപ്പ് നിറച്ചും ആള്, അന്ന് ഞാൻ ഓർക്കട്ടെ, ഒരു ജീപ്പിലെ കൊണ്ടുണ്ടാക്കണേ, ഒരു ജീപ്പ് നിറച്ചും ആളുകളുമായിട്ട് ഈ ചേട്ടൻ ധ്യാനിക്കാൻ വന്നിരിക്കണേ. കാരണം 1-2 പിടിച്ചാൽ നിൽക്കില്ല. എന്നിട്ട് ധ്യാന കേന്ദ്രത്തിൽ ഡോർമെട്രി സ്ഥലം അപ്പോൾ അലോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ ജീപ്പിനകത്തുള്ള മുഴുവൻ ആളുകളും ഇയാൾ കിടക്കണതിൻ്റെ ചുറ്റിനും കിടക്കാൻ പറഞ്ഞു. കാരണം ഇയാളെ പിടിക്കാൻ ഞങ്ങൾക്ക് ധ്യാന കേന്ദ്രത്തിൽ മുഴുവൻ പേര് ചേർന്നാൽ ഇയാളെ പിടിക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര ഒരു സ്ട്രോങ് ബോഡിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കട്ടിൽ നടുവിൽ അതിന് ചുറ്റിനും ഉള്ള 2 ടയർ കട്ടിലുകളാണ്. അതിലെല്ലാം ഈ ജീപ്പിൽ വന്ന ആളുകളെ കിടത്തി ജീപ്പ് അവിടെ ഇട്ടു. ഏത് സമയത്തും ജീപ്പിൻ്റെ ആവശ്യം വരും. എൻ്റെ പ്രിയപ്പെട്ട വളരെ ധ്യാനം ഞായറാഴ്ച തുടങ്ങി, തിങ്കളാഴ്ചയായി, ചൊവ്വാഴ്ചയായി. ഈ പറയണ ഒരു കാര്യവും ഈ പുള്ളി അംഗീകരിക്കുന്നില്ല. ഒരു കാര്യത്തിലും ഈ പുള്ളി ഹൃദയം തുറക്കുന്നില്ല. നന്നായി പ്രാർത്ഥിക്കുകയോ അനുദപിക്കുകയോ കുമ്പസാരിക്കാൻ ഒരുങ്ങുകയോ കുർബാന ശരിക്കും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ എന്താ ചെയ്യണത്, ഇവിടെ ഉള്ള ആത്മീയ കാര്യങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയോ മാതാവിൻ്റെ അടുത്ത് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചൊവ്വാഴ്ചത്തെ കുമ്പസാര ദിവസം കഴിഞ്ഞു, ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ബുധനാഴ്ച വെളുപ്പിന് 5 മണിക്ക് വാവിട്ട് നന്നായിട്ട് കരഞ്ഞ് ഇയാൾ ധ്യാനഹോളിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം അവിടെ വന്ന ആദ്യത്തെ അച്ഛനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ചിലർക്ക് കുമ്പസാരിക്കാൻ നല്ല അച്ഛന്മാരെ നോക്കി നടക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. ആദ്യം വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നന്നായിട്ട് സമയമെടുത്ത് മണിക്കൂറുകളെടുത്ത് നല്ലൊരു പാപസങ്കീർത്തനം, നല്ലൊരു കുമ്പസാരം ചെയ്തു. ആ കുമ്പസാരം കഴിഞ്ഞ്
ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരിക്കൽ പോലും ഞാനൊരു പാപിയാണ് എന്ന് തോന്നിയിട്ടില്ല. ഞാൻ എന്താ അവിടെ ചെയ്യണത്? എന്താ തെറ്റാണ് ഞാൻ ചെയ്യണത്? ഞാനൊരു തെറ്റ് ചെയ്യണില്ല. ഞാൻ കുടിക്കുന്നു, അതെൻ്റെ ആവശ്യത്തിന് ഞാൻ കുടിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ഇത്രമാത്രം കരച്ചിലും ഇത്രമാത്രം ഒരു വ്യത്യാസം വന്നത്? അപ്പം അദ്ദേഹം പറയുകയാണ്, ചൊവ്വാഴ്ച രാത്രി എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് കടന്നുറങ്ങി. വെളുപ്പിന് ഒരു 2 മണി സമയമായപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ മുൾക്കിരീടം തലയിൽ തറയ്ക്കപ്പെട്ട് ശിരസ് മുഴുവൻ ചോരയിൽ വാർന്ന് തോളിൽ ഒരു കുരിശും വഹിച്ച് കുരിശ് ചുമക്കുന്ന ഈശോ ഇതാ ദർശനത്തിൽ നടന്നു വരുന്നു. അപ്പം അദ്ദേഹം ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി, അത് കർത്താവ് തന്നെ. കാരണം അദ്ദേഹത്തിന് അതൊക്കെ പരിചയമുണ്ട്, കുരിശിൽ മരിച്ച ഈശോയൊക്കെ പരിചയമുണ്ട്. അത്രയൊക്കെയുള്ള ഇതുള്ളൂ, ചിത്രങ്ങളെ കണ്ട പരിചയമുള്ളൂ, ദുഃഖവെള്ളി. അപ്പോൾ ഇത് നമ്മുടെ കർത്താവ് തന്നെയല്ലേ എന്ന് അദ്ദേഹം നോക്കി. അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്രൂശിതനായ ഈശോ കുരിശം വഹിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം വ്യക്തമായി കണ്ടു, മുഖം മുഴുവനും ചോര നിറഞ്ഞ് വിരൂപമായി തകർക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം, മുൾക്കിരീടമണിഞ്ഞ ഈശോയുടെ ശിരസ്, വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, കണ്ണുകളെല്ലാം ചോരയെ പുരണ്ട് കിടക്കുകയാണ്, ചുണ്ടെല്ലാം ചോരയെ പുരണ്ട് തകർന്ന ചുണ്ടുകൾ. ഈശോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, പക്ഷെ വ്യക്തമാകുന്നില്ല. ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട്. ഇദ്ദേഹം ഉടനെ ഈശോയെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റതാണ്. രാത്രി 2 മണി നേരമാണ്. ഇദ്ദേഹം ഈ 2 ടയർ കട്ടിലുണ്ട്, കട്ടിലിൻ്റെ 2ാമത്തെ നിലയിലാണ് ഇദ്ദേഹത്തെ കടത്തിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതിരിക്കാൻ. ഇദ്ദേഹം ഏത് സമയത്തും പോകുമെന്നുള്ളത് മുൻകാല അനുഭവത്തിൽ നിന്ന് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ 2ാമത്തെ നിലയെ കടത്തി ചുറ്റിനും ഒരു 3-4 കട്ടിലിൻ്റെ ചുറ്റളവുള്ള എല്ലാ കട്ടിലും ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ കടത്തിയിരിക്കുകയാണ്. എപ്പോൾ എഴുന്നേറ്റാലും ചാടി പിടിക്കണം, അങ്ങനെ കടത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, രാത്രി 2 മണിക്ക് ഈശോയെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഈശോയെ ആ കുരിശൊന്ന് പിടിക്കാൻ തുടങ്ങിയതാണ്. ഈ 2ാമത്തെ നിലയിലെ കട്ടിലെ നേരെ താഴ്ത്തേക്ക് വീണു. നല്ല വണ്ണമുള്ള മനുഷ്യനും ഭയങ്കര ഒച്ചയായിപ്പോയി. പെട്ടെന്ന് ഈ ചുറ്റുപാടത്തുള്ള 6-7 കട്ടിലെ ആളുകളെല്ലാം ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തെ ഓടി വന്ന് പിടിച്ച് എന്താന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, എന്തോ ഒരു സ്വപ്നം ഉണ്ടായെന്ന് പറഞ്ഞ് ഇദ്ദേഹം വേഗം കയറി കട്ടിലിൻ്റെ മുകളിൽ കയറി കടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇദ്ദേഹം പറയുകയാണ്, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഈശോയെ വേദനിപ്പിച്ച മുഴുവൻ പാപങ്ങളും ഒരു കമ്പ്യൂട്ടറിലെ ഫയൽ ഓപ്പൺ ചെയ്തായിരുന്ന പോലെ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇദ്ദേഹം കരയാൻ തുടങ്ങി. കരച്ചിൽ കരഞ്ഞ് 2 മണിക്ക് തുടങ്ങിയതല്ലേ, 3 മണി, 4 മണി, 5 മണി. അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ കണ്ടും അതിനെക്കുറിച്ചുള്ള കരച്ചിൽ കൊണ്ട് എനിക്ക് അടക്കാൻ പറ്റിയില്ല. 5 മണിയാകുമ്പം അദ്ദേഹം നേരത്തെ എഴുന്നേറ്റു, റെഡിയായി വചനകോളി വന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അനുതാപം ലഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് ആ പ്രഭാതത്തിൽ ബുധനാഴ്ച രാവിലെ ഏർലി മോർണിംഗിൽ മണിക്കൂറുകൾ സമയമെടുത്ത് നല്ലൊരു കുമ്പസാരങ്ങൾ ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരിക്കലും, അനേക വർഷങ്ങളായി പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് പിന്നെ മദ്യപിക്കാൻ തോന്നിയിട്ടില്ല, അദ്ദേഹത്തിന് തിന്മയ്ക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഈശോയുടെ ശുശ്രൂഷയിൽ ഈശോയെ ശുശ്രൂഷിക്കുകയാണ്. ലോകത്തിൽ എല്ലാ ധ്യാനത്തിനും വരും. അദ്ദേഹം വന്ന് മദ്യപാനികൾ കൂടി മധ്യസ്ഥം വഹിക്കും. കുരിശിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ചുള്ള പ്രാർത്ഥന കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി ചൊല്ലി അദ്ദേഹം പ്രാർത്ഥിക്കും. അദ്ദേഹം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം മനസാന്തരത്തിൻ്റെ കൃപ കിട്ടുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾ ഞാൻ സിഗ്മൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മാറുന്നത് വരെ അദ്ദേഹം ആഴ്ചകളിൽ, പ്രത്യേകിച്ച് മാസത്തിൽ ഒരാഴ്ച വന്ന് ഇങ്ങനെ കുരിശിൻ്റെ വഴി നടത്തി ഈ ധ്യാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകം പേരെ ധ്യാനിക്കാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു എളിയ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപത്തെക്കുറിച്ച് ഒരു അനുതാപം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയാണ്. എൻ്റെ ഈ പാപപ്രവൃത്തി
ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇതിവിടെ ഒരു നുണ പറഞ്ഞു അതെങ്ങനെ ദൈവത്തെ വേദനിപ്പിക്കണമെന്ന് ചിന്തിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. ഞാനിവിടെ അടുക്കളയിൽ വെള്ളം കട്ടെടുത്തു. നമ്മുടെ തന്നെ വെള്ളം എന്ന് പറഞ്ഞ് മനസ്സിലായോ? കുട്ടികൾ അല്ലെങ്കിൽ അത് പോട്ടെ, അപ്പോൾ ഐസ്ക്രീം ആയിരിക്കും. അമ്മ ഐസ്ക്രീം എടുക്കരുതെന്ന് പറഞ്ഞു, ഐസ്ക്രീം കയറി കട്ടെടുത്തു. എന്തായി? ആ പ്രായത്തിൽ ചെയ്യാവുന്ന ഒരു പാപമാണത്. ഞാൻ ഐസ്ക്രീം എടുത്തു എങ്ങനെയാണത്? ഞാൻ ചില ബ്രാൻഡി എടുത്ത് കുടിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കണത് അതെങ്ങനെയാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാവില്ല. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളെ തന്നെ ന്യായീകരിച്ചും നീതീകരിച്ചും മരണത്തിൻ്റെ വക്ക് വരെ എത്തും. ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചില്ലെങ്കിൽ നാം അനുതാപമില്ലാതെ മരിച്ചു പോകും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഈ സമയത്ത് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് ജോലിക്ക് പോയി പണം ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങനെയെങ്കിലും ഒരു പറമ്പിൻ്റെ വിൽപ്പന നടത്തി കാശുണ്ടാക്കി ലോൺ അടയ്ക്കാമായിരുന്നു. മറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവവചനത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി, നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം തോന്നാൻ ദൈവിക കാര്യങ്ങൾക്ക് വചനം കേൾക്കാൻ പോകണം, ജെറുസലം ധ്യാനകേന്ദ്രത്തിലേക്ക് പോകണം, കൺവെൻഷന് കൂടണം, വചനം കേൾക്കണം, കുമ്പസാരിക്കണം, കുർബാനയിൽ പങ്കെടുക്കണം, എനിക്ക് ആത്മാവിൻ്റെ ഉണർവ് വേണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായത് നമ്മൾ കടന്ന് അധ്വാനിച്ചുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നല്ല സ്വരത്തിൽ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ അറിയും തോറും ദൈവത്തോട് നമുക്ക് അടുപ്പം തോന്നും. ദൈവത്തോട് നമുക്ക് വളരെ വലിയ അടുപ്പം തോന്നും. വിശുദ്ധ ഫൗസ്റ്റീന, ദൈവം ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുകൊണ്ടിരുന്ന ഒരാളാണ് വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീന ഈശോയോട് ചോദിച്ചു, കർത്താവേ, ഞാൻ മടുത്തു. ഞാൻ ഒരേ പാപം തന്നെ പല ആവർത്തി ചെയ്യുന്നു. എത്രമാത്രം ഇത് റിപ്പീറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ എനിക്ക് ചില ദുസ്വഭാവമുണ്ട്, തടകദോഷങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഫൗസ്റ്റീനോട് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ എത്രമാത്രം ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. ഞാൻ എത്രമാത്രം ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൗസ്റ്റീന ഡയറിയിൽ 1059 ഖണ്ഡിക, ഫൗസ്റ്റീന ഡയറി 1059 ഖണ്ഡിക. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പാപിയും ബലഹീനയുമായ ആത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടേണ്ട. ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാളും അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യഗാധമായ എൻ്റെ കരുണയുടെ അഗാധതയിൽ ആണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പാപത്തിൻ്റെ കണക്കെടുത്താൽ ലോകത്തിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമായി വിധം പാപമുള്ള ഒരാത്മാവ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഈ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാളും നിങ്ങളുടെ പാപത്തിൻ്റെ അളവ്, എണ്ണം കൂടിയിരിക്കുന്ന ഒരാത്മാവാണ് നിങ്ങളെങ്കിൽ പോലും അവർ എൻ്റെ അരികിൽ വന്നാൽ എൻ്റെ കരുണയുടെ അഗാധതയിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും ആഴ്ന്നു പോകും. നിങ്ങൾക്ക് കൃപ ലഭിക്കുകയും ചെയ്യും. അത്രമാത്രം വലിയ കരുണയാണ് കർത്താവ് ഓരോ ആത്മാവിനോടും കാണിക്കുന്നത്.
നല്ല സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവ് നിങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. എഴുന്നേറ്റ് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം കർത്താവിനോട് പറയാണ്, കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് അറിയാൻ എന്നെ അനുഗ്രഹിക്കണം. കർത്താവ് ഈ സമയം തന്നെ കൃപയുടെ ആത്മാവിനെ നമ്മുടെ മേൽ നിവേശിപ്പിക്കണം. ഈ ദിവസങ്ങളെല്ലാം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടുന്ന് നമ്മുടെ മേൽ വർഷിച്ചു. അതിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. ഈ ജെറൂസലം ധ്യാന കേന്ദ്രത്തിൽ മാസം തോറും വരുന്നവരുണ്ട്, ആഴ്ചതോറും വരുന്നവരുണ്ട്. ഓരോ തവണയും ദൈവം നമ്മുടെ ആത്മാവിൽ സ്വർഗത്തിൻ്റെ ദാനങ്ങൾ വർഷിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ല സ്വരത്തിൽ ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം ഇങ്ങനെ വലിയ തരത്തിലുള്ള നിരാശയും മനപ്രയാസമുള്ള ആത്മാക്കളുടെ മേൽ കൃപ നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനിനി രക്ഷപ്പെടുമോ? എൻ്റെ ഇത്രയും പാപങ്ങൾ ഇത്രയും കാലമായിട്ടും. ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ 84 വയസ്സായി. അദ്ദേഹം പറയാണ്, എൻ്റെ പാപം ഇനിയും പോയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഓരോ ആത്മാവിനോടും പറയണത് ഇങ്ങനെയാണ്, നിന്റെ ദുരിതാവസ്ഥ, അതൊരു ദുരിതാവസ്ഥയാണ്. 84 വയസ്സായി, ചെറുപ്പം തൊട്ടുള്ള തഴക്കദോഷമാണ്, പോയിട്ടില്ല. ഒരു ദുരിതാവസ്ഥ തന്നെയാണത്. ഫൗസ്റ്റീന ഡയറിയിൽ 1182 പറഞ്ഞെങ്ങനെയാണ്, നിന്റെ ദുരിതാവസ്ഥ എൻ്റെ കരുണയ്ക്ക് തടസ്സമല്ല. ഒരു ആത്മാവിൻ്റെ ദയനീയത എത്രയധികമാണോ അത്രയും കൂടുതൽ കരുണ ആ ആത്മാവിന് അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മാവിൻ്റെ അതായത് 7ാം ക്ലാസ് തൊട്ട് ഒരു തഴക്കദോഷം വന്നു, 84 വയസ്സായിട്ടും എല്ലാ പ്രാവശ്യവും കുമ്പസാരത്തിൽ പറയുന്നുണ്ട്, അത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ 84 വയസ്സായിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിടന്ന കിടപ്പ് കിടക്കുകയാണ്. എന്നിട്ട് പോലും ആ തഴക്കദോഷം പോയിട്ടില്ല. ആ ആത്മാവ് വളരെ വേദനിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്, നിന്റെ ദുരിതാവസ്ഥ. അങ്ങനെ ദുരിതാവസ്ഥയുള്ള ആത്മാക്കൾ ഈ സമയം കർത്താവിൻ്റെ കരുണയെ ഏറ്റു പറയണം. നിന്റെ ആത്മാവിൻ്റെ ദുരിതാവസ്ഥ എൻ്റെ കരുണയ്ക്ക് തടസ്സമല്ല. നീ 7ാം ക്ലാസ് തൊട്ട് 84 വയസ്സ് വരെ നീ കണ്ടിന്യൂസ് ആയിട്ട് നിന്റെ ആത്മാവിൽ ഇതുപോലുള്ള വേദന സഹിച്ചെങ്കിലും, നീ നിരന്തരം ആഗ്രഹിച്ചിട്ട് മാറിയില്ലെങ്കിലും, നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആഗ്രഹം കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ആത്മാവിൻ്റെ ദുരിതാവസ്ഥ എൻ്റെ കരുണയ്ക്ക് തടസ്സമല്ല. ഒരു ആത്മാവിൻ്റെ ദയനീയത എത്ര അധികമാണോ അത്രയും കൂടുതൽ കരുണയ്ക്ക് ആ ആത്മാവിന് അവകാശമുണ്ട്. അത് കർത്താവിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നാൽ മതി. നല്ല സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫൗസ്റ്റീന ഡയറി 1507, ഫൗസ്റ്റീന ഡയറി 1507. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ആരും ദൈവത്തിൻ്റെ നന്മയെ, ദൈവത്തിൻ്റെ കരുണയെ സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാത്രി പോലെ ഇരുണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ ശക്തമാണ്. നമ്മുടെ ആത്മാവിൻ്റെ ദയനീയതയെക്കാളും വളരെ വലുതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ദുരിതാവസ്ഥയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മൾ ജസ്റ്റ് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ മതി. ഈ ഒരു കാര്യം തന്നെയാണ്
100 ആടുകളുണ്ടായിട്ട് ഒരാട് മുള്ളിൽ ഉടക്കി കിടന്ന ആടിനെ കുറിച്ച് പറഞ്ഞ് കർത്താവ് വെളിപ്പെടുത്തിയത്. ആ ആട് വെറുതെ ആ മുൾപടർപ്പിൽ കിടന്നിട്ട് ഒന്ന് കരഞ്ഞാൽ മതി, ഇടയൻ 99നെയും വിട്ട് ഇടയൻ ഇങ്ങോട്ട്, ആട് അങ്ങോട്ട് പോകാതെ ഇടയൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ആടിൻ്റെ അടുത്തേക്ക് ഇടയൻ വരും, ആടിൻ്റെ അടുത്തേക്ക് ഇടയൻ വരും. എന്നിട്ട് ഈ മുള്ളുകൾ മാറ്റുന്നത് ആടല്ല, മുള്ളുകൾ മാറ്റുന്നത് ഇടയൻ തന്നെയാണ്. ഈ ആടിനെ ഇടയനാണ് എടുക്കുന്നത്, ഈ ആടിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇടയനാണ്. ഈ ആടിൻ്റെ കാലൊക്കെ ചിലപ്പോൾ ഉളുക്കി കിടക്കുകയായിരിക്കും, അതിനെ നിരപ്പുള്ള പാതയിൽ കൊണ്ടുവന്ന് നിർത്തുന്നതും ഇടയൻ തന്നെയാണ്. ഈ ആടല്ല നിരപ്പുള്ള പാത കണ്ടുപിടിക്കുന്നത്, ഈ ആടല്ല കാല് നല്ല വിധത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ അല്ലെങ്കിൽ സ്വച്ഛമായ വിധത്തിൽ കിടക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുന്നത്. ഇടയനാണ് ഈ ആടിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കാര്യങ്ങളും നന്നായിട്ട് ഉയർത്താം. ആരും ദൈവത്തിൻ്റെ കരുണയെ സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാത്രി പോലെ ഇരുണ്ടതാണെങ്കിലും അത് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ ശക്തമാണ്. ഒരു കാര്യം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, നീ ആഗ്രഹിക്കുക, തിരിച്ചു നടക്കാൻ ആഗ്രഹിക്കുക. നീ എന്താണ് എന്നുള്ളതല്ല, നീ എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കേണ്ടത്. കൈകൾ ഉയർത്തി കുറച്ചു നേരം ദൈവത്തിൻ്റെ കരുണയെ സംശയിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ദൈവത്തിൻ്റെ കരുണയെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ ഒരു തുറവി തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ ആത്മാവ് ഏത് ദുരിതാവസ്ഥയിലാണെങ്കിലും ഇങ്ങനെ വിചാരിക്കണം, എൻ്റെ കർത്താവിന് എൻ്റെ ഈ ദുരിതാവസ്ഥയിൽ കരുണ വർഷിച്ച് എന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും. എന്നെ അന്വേഷിച്ച് എൻ്റെ കർത്താവ് വരും, എന്നെ കർത്താവ് തിരിച്ച് പോകാൻ സഹായിക്കും. എന്നെ നിരപ്പുള്ള പാതയിൽ എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുപോയി നിർത്തും. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ബലിപീഠത്തിൽ സമർപ്പിക്കുകയാണ് കർത്താവേ. ഓരോ ആത്മാവിൻ്റെ സ്ഥിതി അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഓരോ ആത്മാവിൻ്റെ ഗന്ധങ്ങൾ, ഓരോ ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ, ഓരോ ആത്മാവിൻ്റെ തകർച്ച, ഓരോ ആത്മാവിൻ്റെ നെടുവീർപ്പ് അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഓരോ ആത്മാവിൻ്റെ കണ്ണുനീര് അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ. എനിക്ക് ഞാൻ രക്ഷപ്പെടാൻ കഴിയുകയില്ലേ, ഞാൻ നശിച്ചു പോകുമോ, ഞാൻ നരകത്തിൽ നിബന്ധിപ്പിക്കുമോ, ഇങ്ങനെ വേദനിക്കുന്ന ആത്മാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ. ദൈവമേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് അനുതാപം കിട്ടുന്നില്ലല്ലോ, എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്റെ ആത്മാവിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ്? നിരാശ പൂണ്ട് കിടക്കുന്ന ആത്മാക്കളെ ഈ സമയം പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. ഈശോനാഥ, അങ്ങയുടെ തിരുരക്തം ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോയെ, പരിശുദ്ധ രക്തത്താൽ ഓരോ ആത്മാവിനെയും കഴുകണമേ. ആത്മീയ നൈരാശ്യങ്ങൾ കഴുകണമേ, മനസ്സിന്റെ നിരാശ കഴുകണമേ, ആത്മാവിന്റെ ബലഹീനതകൾ കഴുകണമേ, ആത്മാവിന്റെ കണ്ണുനീർ, ആത്മാവിന്റെ വേദനകൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അവിടുത്തെ തിരുരക്തം പെരുമഴ പോലെ പെയ്യട്ടെ. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെറിയ പരിശുദ്ധ രക്തത്തിന് അനന്ത യോഗ്യതയാൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ആത്മാക്കൾ നിരാശയുടെ കെട്ടുകൾ ഭേദിച്ച് ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. അങ്ങയെക്കുറിച്ച് ഒരിക്കൽ പോലും അങ്ങയുടെ കരുണ അനുഭവിക്കാത്ത മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഒരിക്കൽ പോലും അങ്ങയുടെ കരുണ അനുഭവിക്കാത്ത മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഒരിക്കൽ പോലും അങ്ങയുടെ കരുണ അനുഭവിക്കാത്ത മക്കളെ ഈശോയെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയുടെ ഒരു സ്പർശനം, അങ്ങയുടെ കരുണയുടെ ഒരു നനവ് കർത്താവേ, കർത്താവേ, ദൈവസ്നേഹം വറ്റി വരണ്ടു പോയ ആത്മാക്കളിലേക്ക് അവിടുന്ന് പകർന്ന് നൽകണമേ. തിരുരക്തം വ്യാപരിക്കട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. തിരുക്കരത്താ താങ്ങിയേ തിരുരക്തത്താ കഴുകണമേ. തിരുക്കരത്താ താങ്ങിയേ തിരുരക്തത്താ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ.
ഉയർത്തി കൈയടിച്ചു. അത്ഭുതങ്ങൾ ഇപ്പോൾ വർഷിക്കപ്പെടുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങനെ കരുണ അനുഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അനേക വർഷങ്ങളായി ആത്മാവിൽ വരണ്ട് മുരടിച്ച് പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു നിശ്ചിത പരിധി വിട്ട് ഉയരാൻ പറ്റാത്ത വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഏതാണ്ട് 400-ലധികം മക്കളുടെ പ്രാർത്ഥന മുരടിപ്പിന്റെ മേഖലകളിൽ കർത്താവിന്റെ സ്പർശനം ലഭിക്കുന്നു. മുരടിപ്പ് മാറുന്നു, വിടുതൽ ഉണർവ് ലഭിക്കുന്നതായി വെളിപ്പെടുന്നു. യേശുവിന്റെ രക്ഷാകരമായ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഛർദ്ദിക്കാൻ വരികയും തല ഭാരപ്പെടുകയും മാനസികമായ അസ്വസ്ഥതകൾ വന്ന് ബന്ധിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 90-ൽ പരം വരുന്ന മക്കളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന സ്വാധീനങ്ങൾ തകരുന്നു. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തക്ക വിധത്തിൽ വിടുതൽ സംഭവിക്കുന്നതായി വെളിപ്പെടുന്നു. ഈശോയുടെ കരുണയെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അനുദപിക്കാൻ ഒത്തിരിയേറെ വിഷമിച്ചിരുന്ന 9 മക്കൾക്ക്, കഠിനമായ പാപത്തിൽ കഴിഞ്ഞ 9 മക്കൾക്ക് അനുതാപത്തിന്റെ കൃപ നൽകുന്നതായി വെളിപ്പെടുന്നു. എന്റെ പാപങ്ങളുടെ പരിണതഫലമായാണോ എൻ്റെ ഈ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ? ഈ വ്രണവും ചലവും ഈ മുറിവുകളും എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ നിമിത്തം വന്നതാണോ? ഇങ്ങനെ വേദനിച്ച് ഈ സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 27-ലധികം വ്യക്തികളുടെ ശരീരത്തിലെ അലർജികളും ശരീരത്തിലെ വ്രണങ്ങളും ശരീരത്തിലെ ത്വക്ക് രോഗങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. എനിക്ക് നിന്നോടുള്ള കരുണ അനന്തമാണ് എന്ന് കർത്താവ് അവരുടെ ചെവികളിൽ അവിടുന്ന് കേൾപ്പിക്കുന്നു. സൗഖ്യം പ്രാപിക്കുന്നതായി കാണുന്നു. ഭവനത്തിൽ അടിക്കടി തകർച്ചകൾ കടന്നു വന്ന് ഒരു തകർച്ച തീരും മുൻപ് മറ്റൊരു തകർച്ച വന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രാർത്ഥനാ ജീവിതവും വചന ജീവിതവും കൈവിട്ടുപോയി മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്ന 52 മക്കളുടെ ജീവിത തകർച്ചകളിൽ കർത്താവ് ഇടപെടുന്നു. പ്രാർത്ഥന വരം നൽകി ഈശോ ഉയർത്തുന്നതായി വെളിപ്പെടുന്നു. വിവാഹം കഴിഞ്ഞിട്ടും തെറ്റായ ബന്ധത്തിൽ കഴിയുന്ന 2 മക്കളെ കാണിക്കുന്നു. അത് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ആ തിന്മയിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കൃപ നൽകുന്നതായി വെളിപ്പെടുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ഇടർച്ച വരികയും എതിർ ചിന്തകൾ വരികയും അങ്ങനെ വചനം ഉള്ളിൽ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നിരിക്കുന്ന 9 മക്കളുടെ ഉള്ളിൽ എതിർ ചിന്തകൾ മാറി വചനം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ വചനം വാളുപോലെ ഇറങ്ങുന്നതായി വെളിപ്പെടുന്നു. എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെയുള്ള ഒരു വലിയ
ഒരു ആത്മീയ ബോധ്യം ഒട്ടനവധി ഹൃദയങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് നിക്ഷേപിക്കുന്നതായി വെളിപ്പെടുന്നു. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഉള്ളിൽ ആഗ്രഹമുണ്ട്. എന്നാൽ പറയുന്ന സമയങ്ങളിൽ ഒരു തടസ്സം ഉള്ളിലേക്ക് വന്ന് സ്തുതിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ഇതിൽ 200ഓളം വരുന്ന മക്കളുടെ നാവിന്റെ കെട്ടുകൾ അഴിയുന്നു, തൊണ്ടയുടെ ബന്ധനങ്ങൾ നീങ്ങുന്നു, വിടുതൽ സംഭവിക്കുന്നതായി വെളിപ്പെടുന്നു. മദ്യപാനവും ലഹരി ഡ്രഗ്സ് ഉപയോഗിച്ച് അതിന്റെ അടിമത്തത്തിലേക്ക് നീങ്ങി അതിന്റെ അടിമത്തവും നിമിത്തം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 40-ലധികം വ്യക്തികളിൽ നിന്ന് മയക്കുമരുന്നിന്റെ അടിമത്തവും മദ്യപാനത്തിന്റെ ആധിപത്യവും വിട്ടുമാറി വിടുതൽ പ്രാപിക്കുന്നതായി വെളിപ്പെടുന്നു. എപ്പോഴും മൂകതയിൽ കഴിയുന്ന ഒരു മകനെ കാണിക്കുന്ന, പ്രത്യേകിച്ചും ഒരു പാപം ഏറ്റു പറയാതെ ഒത്തിരിയേറെ മനക്ലേശത്തോടു കൂടി ആയിരുന്ന ഒരു മകന് അനുദപിക്കാനുള്ള കൃപ നൽകുന്നതായി വെളിപ്പെടുന്നു. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ആമേൻ. കരങ്ങൾ നന്നായിട്ട് ഉയർത്തി വീശി ദൈവത്തിന്റെ കരുണയോർത്ത് സന്തോഷിച്ച് 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സ്വരം വളരെ വലിയ ഇരമ്പൽ പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും ഇരിക്ക്. നിങ്ങളെ അച്ഛൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേര് നല്ലൊരു പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടാവില്ലെന്ന് അറിഞ്ഞുകൂടാ. ജെറുസലം മക്കളെ എന്നാണ് വിളിക്കാൻ പോണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് വിളി കേൾക്കണം. റെഡി? ജെറുസലം മക്കളെ. ഓ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കടലിൽ നിന്നുള്ള നഥാനിയേൽ, അവരെല്ലാവരും അങ്ങനെ മീൻ പിടിക്കാൻ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോഴോ ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായോ? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈശോ ദൈവപുത്രനായ യേശു, ശ്രദ്ധിച്ചേ, ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പത്രോസിനെയും യാക്കോബിനെയും എല്ലാ മക്കളെയും 12 പേരെ വിളിച്ചു. എന്നിട്ട് ഊണിലും ഉറക്കത്തിലും ഈ 12 പേരെയും ഈശോയുടെ കൂടെ കൊണ്ടു നടന്നു. അങ്ങനെ ഈശോയുടെ കൂടെ ഈ 12 പേരെ കൊണ്ടു നടക്കുമ്പം ഒരാളെ എവിടെ പോയാലും ഈശോ കൂടെ കൊണ്ടുപോകും. ഇപ്പോൾ അച്ഛൻ ജെറുസലേമിലേക്ക് വരുമ്പോൾ അച്ഛൻ താഞ്ചം ബ്രദർ പറഞ്ഞു, താഞ്ചം ബ്രദറെ ജെറുസലേം വരെ പോവുക, പോരണോ? താഞ്ചം പറഞ്ഞു യെസ് എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു. അത് ഈശോയുടെ ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് 3 പേരെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
അതിൽ പത്രോസ് എന്ന് പറഞ്ഞ ആള് ഇത്തിരി മുമ്പന്തി നിൽക്കണ ആളാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഈശോ ഈ പത്രോസിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ഈ പത്രോസിനെ നോക്കുമ്പോൾ ഈശോയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ. എന്താ സ്വപ്നം? ഇവനാണ് ഭാവിയിൽ തിരുസഭയുടെ അമരക്കാരനാകാൻ പോണ ആള്. ഒരു ദിവസം ഈശോയ്ക്ക് ഈ പത്രോസിനോട് സ്നേഹം കൂടിയിട്ട് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? പത്രോസേ, നീ പാറയാണ്. ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ താക്കോലുകൾ നിനക്ക് തരും. ഇങ്ങനെയൊക്കെ പലതും അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ ഓർക്കണ്ടോ? ഇല്ല, ഓർക്കണ്ട. ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിനെ കാണുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷം. പത്രോസ് ഉറങ്ങിക്കിടക്കുമ്പോൾ ചിലപ്പോൾ ഈശോ ഇങ്ങനെ നോക്കും. ഞാൻ മരിച്ചു കഴിയുമ്പം എൻ്റെ ഈ 12 എണ്ണത്തെ ഒരുമിച്ച് കൊണ്ടു നടക്കാനുള്ളതാണല്ലോ ഈ പത്രോസ്. പിതാവേ, ബോധം നൽകണമേ എന്നൊക്കെ പറഞ്ഞ് ഈശോ ഹൃദയം കൊണ്ട് ഈ പത്രോസിനോട് പ്രത്യേക ഒരു വാത്സല്യം. ആരെങ്കിലും മരിച്ചവരെ ഉയർപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഉടനെ ഈശോ ചിന്തിക്കും, പത്രോസും കൂടെ ഇരുന്നോട്ടെ, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം മൂപ്പർക്ക് ഒരു ഇതെല്ലാം കണ്ടും കേട്ടൊരു പരിചയം ആവശ്യമാണ്. അപ്പോൾ എന്തു ചെയ്യും? ഈശോ പത്രോസിനോട് കൂടെ കൊണ്ടുപോകും. മരിച്ചവരെ ഉയർപ്പിക്കാൻ പോകുമ്പം രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ പത്രോസിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്, അവിടെ കൊണ്ടു നിർത്തും. അപ്പം വിതരണം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പത്രോസിനെ കാണുമ്പോൾ ഈശോ ഒരുപാട് സ്വപ്നത്തോടു കൂടെയാണ് പത്രോസിനെ ഈശോ കൂടെ കൊണ്ടു നടന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗെത്സമേൻ തോട്ടത്തിൽ പട്ടാളക്കാർ വന്ന് യേശുവിനെ ആക്രമിച്ചു. യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ടു. ഈ സമയത്ത് നമ്മുടെ പത്രോസ് എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം. പത്രോസ് ഒറ്റ ഓട്ടം. എന്നാൽ സ്നേഹിക്കുന്നൊരു ശിഷ്യൻ കുറച്ചു നേരമൊക്കെ പിടിച്ചു നോക്കി. അദ്ദേഹം അവസാനം തുണി ഉപേക്ഷിച്ച് ഓടിപ്പോയി. പിന്നെ പത്രോസിനെ അവിടെ എവിടെ കാണാനില്ല. പട്ടാളക്കാർ ഈശോയെ ചങ്ങലക്കിടുന്നു, വലിക്കുന്നു, അടിക്കുന്നു, ഈശോയെ അപഹസിക്കുന്നു, തുപ്പുന്നു, താടിക്ക് പിടിക്കുന്നു, അങ്ങോട്ടും കൊണ്ടിട്ട് കയറിട്ട് കെട്ടി വലിക്കുന്നു. പീലാത്തോസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഹെറോദസിനെ കൊണ്ട് കൊണ്ടുപോകുന്നു. എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും കൊടുക്കുകയാണ്. അപ്പോഴൊന്നും ഈ പത്രോസ് അവിടെ ഇല്ല. പത്രോസ് കുറെ അപ്പുറത്തുണ്ട്. പത്രോസിന് പോകണമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അടികൊള്ളാൻ താല്പര്യമില്ല. സ്വന്തം സുരക്ഷിതത്വം നോക്കിയിട്ടുള്ള സ്നേഹമൊക്കെ മതി എന്നുള്ളത് എന്താണെന്നറിയില്ല. സ്നേഹമുണ്ട്, പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റണില്ല. എന്നാൽ ചാടി നിൽക്കണ്ടേ, ഞാൻ ചത്താലും ശരി, എൻ്റെ ഈശോയെ തൊടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് നിൽക്കണ്ടേ. ഇവരൊക്കെയാണെങ്കിൽ അങ്ങനെ നിൽക്കും. അറിയാൻ പാടില്ല, രണ്ടടി കൊള്ളപ്പോഴേ അറിയുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ഈ പത്രോസ് ആ രംഗത്തേക്ക് വരുന്നില്ല. ആൾ ദൂരെ മാറി മാറി അനുഗമിക്കുന്നുണ്ട്. ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചതാ. ഒരുമിച്ച് എത്ര നാളുകൾ നടന്നു, എത്രമാത്രം ഒരുമിച്ചിരുന്ന് സ്വപ്നങ്ങൾ കണ്ടു, എത്രമാത്രം കാര്യങ്ങൾ ഈശോ നേരിട്ട് പഠിപ്പിച്ചു. ലോകത്തിൽ വേറെ ആരെയും പഠിപ്പിക്കാത്ത അത്ര കൂടുതൽ പത്രോസിനെ മാത്രം നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പത്രോസ് ഓടിയപ്പോൾ ആദ്യം പത്രോസ് ഓടി എന്ന് വിചാരിക്കും. ഈശോയുടെ മനസ്സിന് വേദന വരില്ലേ? ഈശോയുടെ മനസ്സിന് വേദന ഉണ്ടോ? അത് ഒരു ഇത് കാണും. അതിനേക്കാൾ വലുതാണ് പത്രോസ്ലിയുടെ മനസ്സിൽ വേദനയുണ്ട്. എൻ്റെ ഗുരുവിൻ്റെ കൂടെ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റണില്ല. പത്രോസ്ലിയുടെ മനസ്സ് കിടന്ന് വേറുകയാണ്, വെന്ത് വേദനിക്കുകയാണ്. പത്രോസിനെ എന്താ, എൻ്റെ ഗുരുവിൻ്റെ കൂടെ എനിക്ക് നിൽക്കാം, എൻ്റെ ഗുരുവിനെ അവരടിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റണില്ല, എൻ്റെ ഗുരുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, ഞാൻ ഓടിപ്പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് വേദനിക്കുകയാണ്. അപ്പോൾ അതേ കഷ്ടകാലത്തിന് ആ ചേച്ചി, നീ അവൻ്റെ കൂടെ ഉള്ളവരല്ലേ എന്നൊരു ചോദ്യം. നിക്ക കളിയില്ല, ഞാനവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പുറത്ത് യേശു അത് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പത്രോസിന് വേദനയുണ്ട്, ഈശോയ്ക്ക് വേദനയുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന് ഈശോയുടെ കൂടെ നിൽക്കണമെന്നുണ്ട്, പക്ഷെ പറയണതെല്ലാം തൊടുന്നോടതെല്ലാം കാല് പഴക്കിയാണ്. ഇത് പെട്ടെന്ന് ഈ ചേച്ചി ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഞാനൊന്നും അറിയാലെന്ന് പറഞ്ഞ് അത് ഈശോ കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള വിഷമം വേദനയായിട്ട് ഇങ്ങനെ വിങ്ങി വിങ്ങി നടക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് വെച്ച്, അപ്പോൾ അവിടുന്ന് മാറി
ഇനി ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് പെടണ്ടെന്ന് വിചാരിച്ച് മാറി, ഈ പാപത്തിൽ ഇനി വീഴണ്ടെന്ന് വിചാരിച്ച് മാറി വേറൊരു സ്ഥലത്ത് പോയി സുരക്ഷിതമായി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം എവിടുന്നാന്നറിയില്ല ഈ പെട്ടെന്ന് അവിടെ ഒരു സാധനം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിന്റെ ഈ തുണിയും നടപ്പും ഈ ആംഗ്യവും ഒക്കെ കണ്ടാൽ ഗലീലിക്കാരനാന്ന് തോന്നും, നീ ആ നസറായൻ്റെ കൂടെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴും നിഷേധിച്ചു, ഇല്ല എനിക്ക് അറിയാൻ പാടില്ല ആരായെന്ന് പറഞ്ഞിട്ട് പുള്ളി നിഷേധിച്ചു. അപ്പോഴൊക്കെ ഈശോ ഇത് കേൾക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ പത്രോസിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വേദന കൊണ്ട് നിറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 3 തവണ നിഷേധിച്ചപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര വിഷമായി. ഈശോ ഇങ്ങനെ ഒന്ന് നോക്കി, പത്രോസിന്റെ കണ്ണും ഈശോയുടെ കണ്ണും കൂട്ടിമുട്ടി. ഒരക്ഷരം മിണ്ടിയില്ല അവരെ മുമ്പിൽ. പക്ഷെ ഈശോ അങ്ങനെ നോക്കിയെങ്കിലും ഈശോ വളരെയധികം ശ്രദ്ധിച്ചു. എന്തെന്നറിയോ, ഈശോ കൂടുതൽ നേരെ ഇങ്ങനെ പത്രോസിനെ നോക്കിയാൽ ഈ പത്രോസ് ഈശോയുടെ കൂടെ ഉള്ള ആളാണെന്ന് വിചാരിച്ച് അവർ പത്രോസിനെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പത്രോസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഈശോ ഒന്ന് നോക്കി, പിന്നെ ഈശോ അങ്ങോട്ട് നോക്കാതെ മുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്. അപ്പോഴും ഈശോയുടെ സ്നേഹം കണ്ടോ, പത്രോസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, പത്രോസ് പുറത്തു പോയി മനംനൊന്ത് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. മനംനൊന്ത് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ശരി, അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തുണ്ടായത്, പിന്നെ ഈശോയെ അവർ മരത്തിലാട്ട് കൊന്നു, കുരിശിൽ തറച്ച് കൊന്നു. അപ്പോഴൊന്നും ആ കുരിശിൻ്റെ ചുവട്ടിൽ പത്രോസിനെ കാണാനില്ല. ആ മാതാവ് എത്രമാത്രം സഹിച്ചിട്ടുണ്ട്. ആ മാതാവിൻ്റെ അടുത്തൊന്നും ഈശോ പത്രോസിനെ കാണാനില്ല. ഇതൊക്കെ പത്രോസിന് വേദനയാണ്. ഒരു നിർണായക സമയത്ത് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു നിർണായക സമയം വന്നു, എൻ്റെ ഗുരുവിൻ്റെ അമ്മ വേദനിക്കുന്നുണ്ട്, ആ അമ്മയുടെ അടുത്ത് പോയി ഒരു വാക്ക് പറയാൻ പത്രോസിന് വേദനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നീങ്ങുകയാണ്. കർത്താവ് കുരിശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂടി ഒരു മുറിയിരിക്കുകയാണ്. മുറിയിലിരിക്കേണ്ട സമയത്ത് പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്, ഇനി ആ നസ്രായനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. നോക്കിയേ, ഒന്നിനെ പറയുക, ഒന്നായിട്ട് ഈ ഗുരുവിനെ തള്ളി പറയുക. പത്രോസിനെ ഞാൻ മീൻ പിടിക്കാൻ പോവെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങളും നിന്റെ കൂടെ വരികയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് പിളർന്നാൽ കുറച്ച് ഭാഗമെങ്കിലും അവിടെ കൂടെ നിൽക്കും. ഇത് 100% പേരെയും പിളർത്തിക്കൊണ്ട് പോയി. അങ്ങനത്തെ ഏതെങ്കിലും പാർട്ടി കേട്ടിട്ടുണ്ടോ? ഈശോയുടെ മുഴുവൻ ശിഷ്യന്മാരെയും കൊണ്ട് ഇതേ പത്രോസ് പോയി, പഴയ ജീവിതത്തിലേക്ക് പോയി. ഈശോയെ കാത്തിരിക്കാനോ ശക്തി കൂടെ നിറയാൻ വേണ്ടി ഇവിടെ ഇരിക്കാനൊന്നും അവർക്ക് ഇപ്പോൾ പറ്റണില്ല. അങ്ങനെ ആ രാത്രി മുഴുവനും ഒരു പഴയ വള്ളവും പഴയ വലയും പഴയ വഞ്ചിയൊക്കെ എടുത്ത് അങ്ങനെ കടലിൽ കൂടെ നടക്കുകയാണ്. 2-3 വർഷമായി മീൻ പിടിച്ച് ആ ശീലമൊക്കെ പോയിട്ട്. പണ്ടത്തെ പോലെ ഒന്നും മീൻ കിട്ടണില്ല. രാത്രി മുഴുവൻ വല വീശിയിട്ട് അവർക്ക് മീൻ കിട്ടിയില്ല. അവർ പഴയ ജീവിത രീതിയിലേക്ക് പോയി. നിങ്ങൾ കൺവെൻഷൻ കൂടി, ആദ്യം ഒരു ആവേശത്തിൽ ധ്യാനമൊക്കെ കൂടി, ആവേശത്തിൽ പക്ഷേ കർത്താവിൻ്റെ കൂടെയുള്ള യാത്ര മുന്നോട്ട് നീങ്ങി, പ്രായമായി, ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോൾ മടുപ്പായി, ക്ഷീണമായി, എന്തായി, ലോകത്തിൻ്റെ വ്യഗ്രതയിലേക്ക് വീണ്ടും വീണുപോയി. ലോകത്തിൻ്റെ വഴിയെ നടന്നു, പഴയ ജോലിക്ക് തന്നെ പോയി. പണ്ട് എനിക്കിവിടെ ഒരു ഓട്ട് കമ്പനി ഉണ്ടായിരുന്നല്ലോ, അതിലും വല്ല ജോലി ഉണ്ടാവുമോ? പണ്ടൊരു ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ, മരക്കച്ചവടം. ഇപ്പോൾ മരക്കച്ചവടം ഉണ്ടോ? പണ്ട് മത്തിക്കച്ചവടമാണ്. ഇപ്പം ഇങ്ങനെ ശുശ്രൂഷ ഉപേക്ഷിച്ച്, ദൈവവിളി ഉപേക്ഷിച്ച് പഴയ രീതികളിലേക്ക് മടങ്ങിപ്പോയ അതേ അനുഭവം. വീണുപോയി, പിന്മാറ്റത്തിലേക്ക് പോയി, ആത്മാവിൽ തകർന്ന വേദനയോടെ ഇരിക്കുന്ന ദൈവമക്കളെ കർത്താവ് കാണുന്നുണ്ട്. പത്രോസും മറ്റ് ശിഷ്യന്മാർക്കെല്ലാം പഴയ ആ ജീവിത രീതിയിലേക്ക് പോയി. ആ രാത്രി മുഴുവനും കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടായി. ഒറ്റ മീൻ പോലും കിട്ടണില്ല. രാത്രിക്ക് രാത്രി ഉയർത്തെഴുന്നേറ്റ് യേശു അവിടെ വന്നു. ഉഷസായപ്പോ ഈശോ കടൽക്കരയിൽ നിന്ന് നോക്കി. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇപ്പൊ പഴയ ആ സ്വഭാവത്തിൽ ഇങ്ങനെ താളം തുള്ളി ഇങ്ങനെ നടക്കുകയാണ്. അവരിങ്ങനെ പഴയ ജീവിതം ഉപേക്ഷിച്ച് പോയ, വള്ളവും ഉപേക്ഷിച്ച് പോയ, വലയും ഉപേക്ഷിച്ച് പോയ രീതികളെല്ലാം വീണ്ടും എടുത്ത് അവർ പഴയ വഴിക്ക് പോവുകയാണ്. ഈശോയ്ക്ക് ഹൃദയം നൊന്തു. ഈശോ കടൽക്കരയിൽ നിന്ന് അവരെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു, മക്കളെ. ആ വിളി കേട്ട ഉടനെ
ശിമയോൻ പത്രോസ് വേഗം പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. ആള് വേഗം അവിടെ തുണിയൊക്കെ എടുത്ത് ചുറ്റി വെള്ളത്തിലേക്ക് ചാടി പിടിച്ച് അദ്ദേഹം നീന്തി കരയിലെത്തി. മറ്റു ശിഷ്യന്മാർ പിന്നെ വള്ളവും വലയൊക്കെ ആയിട്ട് അവരും എത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അടുത്ത് നമ്മുടെ ശിഷ്യന്മാരെല്ലാം എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ഈ ശിഷ്യന്മാർക്ക് വേണ്ടി നല്ല മീനെല്ലാം ചുട്ട് പ്രഭാത ഭക്ഷണം തയ്യാറാക്കി ഈശോ പറഞ്ഞു, മക്കളെ വാ, നിങ്ങൾ രാത്രി മുഴുവൻ കടലിൽ കൂടെ ചുറ്റി ഒരുപാട് അലഞ്ഞ് നിങ്ങൾ എല്ലും തോലുമായി ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വാ, എന്തെങ്കിലും കഴിക്ക് എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി. എന്നിട്ട് എല്ലാവർക്കും ഈശോ ഈ ചുട്ട മീൻ, നല്ല വേവിച്ച മീൻ, പൊള്ളിച്ച മീൻ എന്ന് പറയും, എടുത്തു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യന്മാർ വിശന്ന് ഇരിക്കുകയാണ്. ആ ശിഷ്യന്മാർ വേഗം ഈശോ തന്ന മീൻ അങ്ങനെ കഴിച്ചു തുടങ്ങി. പത്രോസ് ഈ മീൻ കഴിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഓടിയ ഓട്ടോർമ്മ വന്നു. ഗുരുവിനോട് കാണിച്ച നന്ദി കേട്, ഗുരുവിനെ ഉപേക്ഷിച്ച് പോയത്. പത്രോസ് ഈ മീനെടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ ഗെത്സമേൻ തോട്ടം തൊട്ട് ഈ കടലിൽ ഇറങ്ങിയ ആ ദിവസം വരെയുള്ള, ആ സമയം വരെയുള്ള എല്ലാ നന്ദി കേടുകളും, എല്ലാ തിരസ്കരണവും, കർത്താവിനെ ഉപേക്ഷിച്ച കർത്താവിൻ്റെ എല്ലാ കാര്യവും ഈ മീൻ പിടിച്ച് ഈ പത്രോസിന് ഈ മീൻ കഴിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം കർത്താവിനെ കർത്താവിനെ ഉപേക്ഷിച്ച് പോയ ഓരോ സംഭവങ്ങൾ ഓർമ്മ വന്നു. ഞാൻ അവനെ അറിയില്ലെന്ന് പറഞ്ഞൊക്കെ ഓർമ്മ വന്നു. ഇവിടെ കർത്താവ് ഇരിക്കുക. പത്രോസ് പതുക്കെ ഇങ്ങനെ നോക്കിയപ്പം കർത്താവ് ഇങ്ങോട്ട് തന്നെ പത്രോസിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. പത്രോസിൻ്റെ കണ്ണുകളും കർത്താവിൻ്റെ കണ്ണുകളും തമ്മിൽ കൂട്ടിമുട്ടി. കുറേ കാലത്തിന് ശേഷം കൂട്ടിമുട്ടുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ഈശോ ഒരു ചോദ്യം, യോഹന്നായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വേറെ ഒന്നും ന്യായമായി ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നന്ദി കെട്ടവനെ, കുരുത്തം കെട്ടവനെ, നിന്നെയൊക്കെ 3 വർഷം കൊണ്ടുകടന്ന് ചോര നീരും ഒക്കെ നൽകി വളർത്തി ഇത്രയൊക്കെ ആക്കി, എന്നിട്ട് ഒരു ആപത്ത് ഘട്ടം വന്നപ്പോൾ ഒക്കെ നിന്റെ തനി സ്വഭാവം കാണിച്ച് ജാതി അവളെ തൂത്താ പോലെ എനിക്ക് മനസ്സിലായി. ന്യായമായി വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ മക്കളോട് നമ്മൾ എന്തെല്ലാം പറയണം? നമ്മൾ വളർത്തി വലുതാക്കി നമ്മൾ ഉപേക്ഷിച്ച് പോയവരെ കുറിച്ച് വേദന, അത് വളർത്തി വലുതാക്കിയവർക്ക് അറിയേണ്ട വിഷമം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേടിൻ്റെ നീണ്ടൊരു ചരിത്രം ഇവിടെയുണ്ട്. അതൊന്നും ഈശോയുടെ പരിഗണന വിഷയമല്ല. ഈശോ അതൊന്നും ഓർക്കുന്നില്ല. ഈശോ അതൊന്നും ഈശോയുടെ മനസ്സിലില്ല. ഈശോയ്ക്ക് ഒരു ചോദ്യമുള്ളൂ, യോഹന്നായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ലോകമോഹങ്ങളെക്കാൾ, അങ്ങനെ ഒരു പാട്ടില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉടനെ പത്രോസ് പറഞ്ഞു, വീണ്ടും അതേ ചോദ്യം തന്നെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, നിന്റെ സഭയുടെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. ഇതാ എൻ്റെ സഭയുടെ താക്കോൽ ഞാൻ നിനക്ക് തരുകയാണ്. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഉടനെ പത്രോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ന് വരെയുള്ള സ്നേഹരാഹിത്യമാണ്. ഈശോയെ ശരിക്കും സ്നേഹിച്ചിട്ടില്ല. പത്രോസിന് ശരിക്കും വേണമെങ്കിൽ പറയാം, കർത്താവേ, എനിക്ക് അതിന് യാതൊരു യോഗ്യതയില്ല, ഞാൻ വട്ടപൂജ്യമാണ്. ഇത് അപ്പുറത്ത് യോഹന്നാൻ ഇരിപ്പുണ്ട്, ഈശോയുടെ പക്ഷത്തിൽ ചാരി കിടന്നയാള്. ഇവരെല്ലാം ഉപേക്ഷിച്ച് പോയപ്പോഴും എങ്ങനെയെങ്കിലും ഈശോയ്ക്ക് ഒരു കൈ സഹായം എത്തിക്കാൻ വേണ്ടി ഗെത്സമൻ തോട്ടത്തിൽ നിൽക്കാൻ പരിശ്രമിക്കെങ്കിലും ചെയ്തു. അവർ കയറി പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തുണി ഉപേക്ഷിച്ച് ഓടിപ്പോയത്. ന്യായമായി പത്രോസിന് പറയാം, കർത്താവ്, ഇത് ഞാനല്ല അർഹൻ, ആ യോഹന്നാൻ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹമാണ് ശരിക്കും സ്നേഹിക്കുന്നത്. പത്രോസിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈശോ പറയാണ്, താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അർഹിക്കാത്ത കാര്യമാണ്. ശരിക്കും ന്യായമായി അർഹിക്കുന്നത് നല്ല ശാസനയും നല്ല താക്കീതും പണിഷ്മെൻറ്റും
ശിക്ഷണ നടപടിയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും ഇതൊന്നും ഈശോയുടെ മനസ്സില്ല. ഈശോ പറയാണ്, എൻ്റെ സഭയുടെ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. ഈശോയുടെ ആ സഭയുടെ ആ താക്കോൽ, ആ അധികാരം പത്രോസിൻ്റെ പോക്കറ്റിലേക്ക് ഈശോ വെച്ചു. പത്രോസ് കൈ നീട്ടി വാങ്ങാനൊന്നും യോഗ്യനല്ല. ഈശോ പത്രോസിൻ്റെ പോക്കറ്റിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് വന്നേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്ദികേടിൻ്റെ, കർത്താവിനെ ഉപേക്ഷിച്ചതിൻ്റെ ചരിത്രമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഉണ്ടെങ്കിലും ഈശോയ്ക്ക് ഇന്ന് പറയാനുള്ളത്, അതിലും വലുതാണ് എൻ്റെ കരുണ. ഇതിനാണ് കരുണ എന്ന് പറയുന്നത്. കർത്താവ് പത്രോസിന് നൽകിയ സ്നേഹം അതൊക്കെ അങ്ങോട്ട് മറന്നു. ദൈവം നടത്തിയ വഴികളെല്ലാം അങ്ങോട്ട് മറന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ നിൽക്കുമ്പം ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് കാണിച്ച നന്ദികേടും, ദൈവത്തെ ഉപേക്ഷിച്ച് നടന്നതിൻ്റെ ഓർമ്മകളും, പഴയ വഴിക്ക് തിരിഞ്ഞു നടന്നതിൻ്റെ ആ അവിശ്വസ്തതയുടെ മുറിവുകളും ഹൃദയത്തെ അലട്ടുന്ന ഒരുപാട് പേരെ കർത്താവ് തൈലം പൂശി സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈ സമയം 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കർത്താവെ, ഒന്നും അവകാശപ്പെടാനില്ല. ഒരു ഇല വീണു പോകുന്നത് പോലെ വീണു പോയവരാണ് ഞങ്ങൾ. ഒന്നും പ്രത്യേകിച്ച് അവകാശപ്പെടാനില്ല. അങ്ങയുടെ കരുണ മാത്രമാണ്, അങ്ങയുടെ കരുണ മാത്രമാണ്, അങ്ങയുടെ കരുണ മാത്രമാണ് ഇന്ന് ഞങ്ങളെവിടെ നിർത്തിയിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ കരുണയെ മനസ്സിലാക്കാൻ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരുണയെ ഓർക്കാൻ സഹായിക്കണമേ. എന്നോട് കാണിച്ചിട്ടുള്ള അതിരൊറ്റ കരുണയെ ഓർക്കാൻ സഹായിക്കണമേ. കർത്താവെ, ഈ സമയം അങ്ങയുടെ കരുണയുടെ അത്ഭുതകരമായ പ്രവാഹം കർത്താവെ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപുത്ര കാരുണ്യം ചൊരിയൂ നാഥ. കർത്താവേ, അവിടുന്ന് സ്പർശിക്കണമേ. എന്റെ കുറ്റബോധം സുഖപ്പെടുത്തണമേ. സ്വന്തം പുണ്യത്തിലുള്ള ആശ്രയം എടുത്തു മാറ്റണമേ. അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കാൻ കൃപ തരണമേ. ദൈവപുത്ര കാരുണ്യം ചൊരിയൂ നാഥ. മാറോട് ചേർക്കണേ നാഥ, മാറോട് ചേർക്കണേ നാഥ. കരങ്ങൾ ഉയർത്തി വീണ്ടും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. മനസ്സ് തുറന്ന് ഈശോയുടെ നാമത്തെ ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിശ്വസ്തതയെ ഓർത്ത് ഹൃദയത്തിൽ വേദനയോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആത്മാക്കളുടെ മേൽ കർത്താവിന്റെ സ്നേഹ സ്പർശനം കർത്താവ് നൽകുന്നു. ആത്മാവിനെ പുഷ്ടിപ്പെടുത്തി കർത്താവ് അനുഗ്രഹിക്കുന്നതായി കൊല്ലപ്പെടുന്നു. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ഉള്ളിൽ സമ്മേളിച്ചിരിക്കുന്ന വിശ്വാസമില്ലാത്തവരും വിശ്വാസമുള്ളവരുമായിട്ടുള്ള ഈ ജനത്തിന്റെ മധ്യേ
മേഘത്തണല് പോലെ ദൈവത്തിന്റെ കരുണയും ദയയും ഇപ്പോൾ പൊതിയപ്പെടുന്നതായി വെളിപ്പെടുന്നു. അനേകം പേർക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുന്നതായി വെളിപ്പെടുന്നു. ഹൃദയത്തിൽ ആകുലതയും ഉത്കണ്ഠയും ടെൻഷൻ, മാനസിക പിരിമുറുക്കം, നിരാശ, ആത്മഹത്യാ ചിന്ത, വിശ്വാസ പീഡകള്, ഇങ്ങനെയുള്ള ബാധകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ കർത്താവിന്റെ കരുണയാൽ തകരുന്നു, വിടുതൽ പ്രാപിക്കുന്നതായി വെളിപ്പെടുന്നു. ദൈവത്തിന് എന്നെ ഇഷ്ടമാണോ? ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണോ? എന്നോട് ഈശോ എന്നെ കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്നതില്ല ഈശോ സ്വീകരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ച് അങ്ങനെ ഈ ഹൃദയത്തിൽ പലതവണ ഇങ്ങനെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലുള്ള ഏതാണ്ട് 40-ലധികം വ്യക്തികളുടെ ആ ഹൃദയത്തിലെ സംശയം, ദുർബലാവസ്ഥ, എന്നെ ദൈവത്തിന് ഇഷ്ടമല്ലായിരിക്കുമെന്ന ചിന്ത, എന്റെ അവിശ്വസത കാരണം ദൈവം എന്നെ ഉപേക്ഷിച്ച് കാണുമെന്ന ചിന്ത കർത്താവ് കഴുകിക്കളയുന്നു. കർത്താവ് വെളിപ്പെടുത്തുന്നു, നിന്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് നീ എന്നിലേക്ക് തിരിയുക. കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഈശോ വെളിപ്പെടുത്തുന്നു. പാപബോധത്തെക്കാളേറെ കുറ്റബോധത്തോട് കൂടിയായിരിക്കുന്ന അനേകം മക്കൾക്ക് അനുതാപവും പാപബോധവും നൽകുന്നതായി വെളിപ്പെടുന്നു. സാമ്പത്തിക തകർച്ചകളിൽ അടിക്കടി ബിസിനസ്സുകൾ തകർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വഴിമുട്ടി നിൽക്കുന്ന 2 കുടുംബങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ സമയം അവരുടെ വഴിമുട്ടി നിൽക്കുന്ന മേഖലകളിൽ ചെങ്കടലിനെ പിളർത്തിയ കർത്താവ് ജീവിതത്തിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ നീക്കുന്നു. അത്ഭുതം സംഭവിക്കുന്നതായി വെളിപ്പെടുന്നു. കൂടെ കുടുംബത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നു. കൂടെ മരണങ്ങൾ സംഭവിച്ച് ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾ പലരുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള ഭയം, പലതരത്തിലുള്ള സംശയങ്ങൾ, ഇങ്ങനെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന 7-ലധികം വ്യക്തികളിൽ നിന്ന് കുടുംബത്തിലെ ആ ദുരവസ്ഥ കർത്താവ് മാറ്റി കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂത്രം നിലയ്ക്കാതെ യൂറിൻ ബാഗുമായി കടന്നു വന്ന ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മകനെ കർത്താവ് തുടർന്നു സൗഖ്യം നൽകുന്നതായി വെളിപ്പെടുന്നു. ക്യാൻസർ രോഗം മൂലം പാരമ്പര്യമായി കുടുംബത്തിൽ ക്യാൻസർ കടന്നു വന്ന് ഒരാൾക്ക് തീരും മുൻപ് മറ്റൊരാൾക്ക് വന്ന് അങ്ങനെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ കുടികൊള്ളുന്ന ഒറ്റവരും ഉടയവരും ക്യാൻസർ വന്ന് മരിച്ചുപോയി. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 3 കുടുംബങ്ങളിൽ നിന്ന് ആ പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുകൾ ഈശോ അഴിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നതായി വെളിപ്പെടുന്നു. ഈശോയുടെ കൃപയുള്ള നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഓരോരുത്തരെയും പ്രത്യേകം ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും ഇരിക്കുക.